ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇനി നമ്മൾ വന്നിട്ടുള്ളത് ബോട്ടിൽ ആർട്ടായിട്ടാണ്. അപ്പോൾ അതിനായിട്ടൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ വാഷ് ചെയ്ത് ഉണക്കി വെച്ചിട്ടുള്ളൊരു ബോട്ടിലാണ്. പിന്നെ വേണ്ടത് പെയിൻ്റാണ്. ഈ പെയിൻറ്റ് നമുക്ക് ഈ ബോട്ടിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ടല്ലേ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ കൈ വിരൽ വെച്ചിട്ടാണ് കേട്ടോ ഇതിൽ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ നമ്മൾ മിക്ക ബോട്ടിൽ ആർട്ട് ചെയ്യുമ്പോഴും ബേസ് കോഡ് കൊടുക്കുമല്ലോ. അപ്പോൾ ഈ ബോട്ടിൽ ആർട്ടിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ വെച്ചിരിക്കുന്ന പെയിൻ്റ് ഉണ്ടല്ലോ, ആ പെയിൻറ്റിൽ നമ്മൾ കൈവിരലൊന്ന് തൊട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ 3 കളറിലെടുത്തത്, അപ്പോൾ 3 കളറിലും തൊട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ബോട്ടിൽ അപ്ലൈ ചെയ്യുകയാണേ. അപ്പോൾ നമ്മളിപ്പോൾ ബോട്ടിൽ ഫ്ലവർ ആട്ടോ ചെയ്യുന്നത്. ആ ഫ്ലവർ നമ്മൾ എത്ര പെറ്റൽസ് വേണം അതനുസരിച്ച് ചെയ്യുക. പിന്നെ നമുക്ക് ചെറിയ ഫ്ലവർ ആണെങ്കിൽ ചെറിയ ഫ്ലവർ ചെയ്യുക, വലിയ ഫ്ലവർ ആണെങ്കിൽ വലിയ ഫ്ലവർ ചെയ്യുക. അപ്പോൾ നമ്മളിതാ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ബോട്ടിൽ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോട്ടിലും അതേപോലെ കൈവിരലിലും ഒരു തുള്ളി പോലെ വെള്ളമാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ വെള്ളമാവുകയാണെങ്കിൽ നമ്മുടെ ചെയ്യുന്ന പെയിൻ്റ് ഉണ്ടല്ലോ അത് ഒലിച്ചു പോകും കേട്ടോ. നമ്മൾ ബേസ് കോട്ടൊന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഒലിച്ചു പോകും. പിന്നെ നമ്മൾ ഈ പെറ്റൽസ് വരയ്ക്കുമ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് വരയ്ക്കുക കേട്ടോ. താഴോട്ട് നിന്ന് മുകളിലേക്ക് വരച്ചാൽ അത് ശരിയാവില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്കത് സക്സസ് ആയി വരണമെന്നൊന്നുമില്ലല്ലോ. ചിലർക്കത് ശരിയാവും, എന്നാലും മിക്ക പേർക്ക് അത് ശരിയാവില്ല. അപ്പോൾ അങ്ങനെ ശരിയായില്ല എന്ന് വിചാരിച്ചിട്ട് ഇനി അടുത്ത് ട്രൈ ചെയ്യാതിരിക്കരുത് കേട്ടോ. അത് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിപ്പോൾ ഒന്ന് തുടച്ച് കാണിച്ചത്. നമുക്കൊരു ക്ലോത്ത് എടുത്ത് അതൊന്ന് തുടച്ച് മാറ്റിയാൽ മതി. അതിന് ശേഷം നമുക്ക് 2 or 3 പ്രാവശ്യം ചെയ്താണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വന്നോളൂ കേട്ടോ. നമ്മൾ ഈ ബോട്ടിലിന് ബേസ് കോട്ടൊന്നും കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ എടുക്കുന്നത് ഏത് കളറിലുള്ള ബോട്ടിലാണോ, ഗ്രീൻ കളറൊക്കെ ബോട്ടിലുണ്ടല്ലോ, അപ്പോൾ ഏത് കളറിലുള്ള ബോട്ടിലാണോ അതനുസരിച്ച് നമുക്ക് പെയിൻറ്റ് ചൂസ് ചെയ്ത് കൊടുക്കാം. പിന്നെ 2 or 3 കളർ ചൂസ് ചെയ്യുക. എന്നിട്ട് ഏത് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വലിയ ഫ്ലവറും ചെയ്ത് കാണിക്കുന്നുണ്ട്. വലിയ ഫ്ലവറാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ ഒന്ന് നീട്ടി വരച്ച് കൊടുത്താൽ മതിയല്ലോ. കൈ വിരൽ വെച്ചിട്ട് ഒന്ന് നീട്ടി വരച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കും കേട്ടോ ഉണ്ടാവുക. ചെറിയ ഫ്ലവേഴ്സ് ആയിരിക്കും കേട്ടോ ഒന്നുകൂടി ഭംഗി. വലിയ ഫ്ലവേഴ്സ് വേണമെങ്കിൽ വലിയ ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ 2ഉം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയ ഫ്ലവേഴ്സ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ ഉണ്ടാവുക. നമുക്ക് ഏത് വിരൽ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ചെറിയ വിരൽ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ചെറിയ വിരൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആക്കി എടുക്കാമല്ലോ. പിന്നെ നമ്മളിത് സ്റ്റോക്കായിട്ട് ചെയ്യുന്നത് പോലെ ഒരു ലുക്കാട്ടോ വരിക. നമ്മളിത് കൈവിരൽ വെച്ചിട്ട് ചെയ്യുന്നതെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ പെറ്റൽസ് വരച്ചെടുക്കുമ്പോൾ അത് 3 പെറ്റൽസ് വേണം, 4 പെറ്റൽസ് വേണം എന്നൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബാക്കിയെല്ലാം കളർ ചൂസ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന ബോട്ടിലിന് ഏത് കളറാണ് വേണ്ടത് അത് ചൂസ് ചെയ്ത് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കല്ലോ. ട്രൈ ചെയ്തതിന് ശേഷമുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്ക് സെൻഡ് ചെയ്ത് തരാം. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.